ഹായ് വ്യൂസ്, ഇന്നത്തെ സ്പെഷ്യൽ കൊത്തുചക്ക തോരൻ. ചിലരുടെ നാട്ടിൽ ഇതിന് ഇടിച്ചക്ക തോരൻ എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ കൊത്തിയെടുക്കുന്ന തോരനാണ്, അതുകൊണ്ട് കൊത്തുതോരൻ. ഫസ്റ്റ് ക്ലീനിങ് പ്രോസസ്സ്. അതിൻ്റെ ആദ്യത്തെ ആ ഒരു മോടൻ ഭാഗം എല്ലാം ചെത്തിക്കളയും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കമ്പി, നമുക്ക് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന കമ്പി, ആ കമ്പി നമ്മൾ ഇതിനകത്ത് ഇടിച്ച് കയറ്റും. ചുറ്റി കൊണ്ട് നമുക്ക് ഇടിച്ച് താഴ്ത്താവുന്നതാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാനും പറ്റുന്ന, ഇത് അരിയാനുള്ള എളുപ്പത്തിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ മടൽ അല്ലെങ്കിൽ ഇതിൻ്റെ കരിന്തൊലി എന്നൊക്കെ പറയുന്ന അത് നമ്മൾ ചെത്തിയെടുത്ത് മാറ്റുക ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചെത്തിയെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ പരിപാടി, ഇതിൻ്റെ കറയുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം മാറ്റിയില്ലായിരുന്നു, അത് നമ്മൾ പേപ്പർ യൂസ് ചെയ്ത് തുടച്ചു മാറ്റുക ചെയ്യുന്നത്. ഇത് വളരെ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സൊക്കെ വളരെയാണ്, വേസ്റ്റേജ് ഒന്നും പോകത്തില്ല, ഈ ഒരു തൊലി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂഞ്ഞ് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് ക്ലീൻ ആക്കിയതിന് ശേഷം ചറ വറാന്ന് പറഞ്ഞ് കൊത്തി 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 എടുത്തിട്ട് നമ്മൾ ഷവർമ അരിയുന്നവരെ അരിയുവാണ് ഇതിൻ്റെ പരിപാടി. ഇത് ഏകദേശം 2 കിലോയോളം വരുന്ന ചക്കയാണ്. ഇത് അരിയെടുത്തത് 1.5-2 മണിക്കൂറോളം എടുക്കും. ഒരുപാട് ടൈമിങ് ഇതിന് വേണ്ടി വരുന്നതാണ്. പക്ഷേ വേസ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ ഒട്ടുമില്ല. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന 5 കിലോ വരെ വേവിക്കുന്ന നമ്മുടെ ചീനിച്ചട്ടിയില്ലേ, അതിൻ്റെ അകത്താണ്. അതൊട്ടും നമുക്ക് കുറേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂഞ്ഞ് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടിച്ചക്കത്തോരൻ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാൾ ഇച്ചിരിയും കൂടി കുഞ്ഞു ചക്കയാണ് ഈ ഇടിച്ചക്കത്തോരന് യൂസ് ചെയ്യുന്നത്. അതും കുക്കറിൽ വേവിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഇടിച്ചെടുക്കുന്നതാണ് ഇടിച്ചക്കത്തോരൻ എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് കണ്ടോ, കൊത്തിയെടുക്കുന്നുണ്ട് കൊത്തു ചക്കത്തോരൻ. ഇങ്ങനെ നമ്മൾ കുറേ സമയം എടുക്കുമെങ്കിലും ഇനി കുക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അല്പനേരം കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ കൂഞ്ഞ് വരെ നമുക്ക് കുഞ്ഞിന് അകം വരെ നമുക്ക് ചെത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഇച്ചിരി കൂഞ്ഞ് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ കമ്പി അങ്ങ് ഊരിയെടുക്കും. അപ്പോൾ അങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൂഞ്ഞ് വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ചെത്താം. അത് പിന്നെ നമുക്ക് ടൈം ഇച്ചിരിയും കൂടി എടുക്കുന്നേ ഉള്ളൂ. അതുവരെ നമുക്ക് യൂസ് ചെയ്യാൻ കണ്ടോ. ഇനി നമ്മൾ വലിയൊരു ചീനിച്ചട്ടിയിലേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി നേരം ആവി വരുന്നവരെ ഒന്ന് വേവിക്കും, ഒരു 5 മിനിറ്റ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് അരപ്പുണ്ടാക്കാം. തേങ്ങ എടുത്തു, കരിഞ്ചീരകം വേണം, പിന്നെ മുളക് നമുക്ക് പച്ചമുളകിനേക്കാൾ കൂടുതൽ നല്ലത് കാന്താരി മുളകാണ്. പിന്നെ വെളുത്തുള്ളി, പിന്നെ കരിയാപ്പില, ഇതെല്ലാം കൂടിയിട്ട് അരച്ച് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അരയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആവി വന്ന ചക്കയിലേക്ക് ഈ അരപ്പിട്ടു ഇത് തപ്പി പൂട്ടി വെക്കുക, അങ്ങനെയൊക്കെ പറയാം. അതുവരെ അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് വെന്ത് വരും. അപ്പോഴത്തേക്കും കടുക് വറുത്തിടുക. നമ്മുടെ ഐറ്റം റെഡിയാണ്. അടിപൊളി രുചിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണിത്.